ടാരോട്ട് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇന്നത്തെ സൺഡേ റീഡിങ്ങിലേക്ക് കിടക്കാം. ഫാസ്റ്റിലെ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 9 of Wands ആണ്. അപ്പോൾ ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് മുൻകാലത്ത് നിങ്ങൾ പല പ്രതിസന്ധികളും തിരിച്ചടികളും നേരിട്ടിരുന്നു. അതിൽ നിന്നെല്ലാം നിങ്ങൾ പോരാടി വിജയം കൈവരിച്ചിരിക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. സഹിഷ്ണുതയോടെ പെരുമാറാനും നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പാസ്റ്റിലെ കാർഡ് സൂചിപ്പിക്കുന്നത്. പ്രസന്റിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദ ഹെർമിറ്റ് എന്ന മേജർ ആർക്കാന കാർഡാണ്. ഇതിലൂടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളിപ്പോൾ സ്വയം വിലയിരുത്തലിൻ്റെ ഒരു പാതയിലാണെന്നാണ്. ആന്തരികമായി വിജ്ഞാനം തേടാനുള്ള ഒരു ശ്രമത്തിലാണ്. ശാന്തമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നിങ്ങളിപ്പോൾ. അടുത്തതായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് കരിയർ റിലേറ്റഡായി നോക്കുമ്പോൾ കിങ് ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങളുടെ സ്വന്തം ഐഡിയകളുമായി ആവേശത്തോടെ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. കരിയറിൽ നേതൃത്വ നിലയിലേക്ക് ബന്ധപ്പെട്ട് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പാതയിലേക്ക് ചുവടുവയ്ക്കുക. ഫാമിലിയിൽ നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ഫാമിലിയിൽ വന്നപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഈ ആഴ്ച വന്നേക്കാം. പുതിയ ചില മാറ്റങ്ങളുടെ അനുഭവം ഉണ്ടാകും. വിധി കൊണ്ടുവരുന്ന അനുഗ്രഹപരമായ മാറ്റവും നിങ്ങൾക്ക് ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. അടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിനാൻസിനായിട്ട് ക്യൂൻ ഓഫ് വാൺസ് ആണ്. ക്യൂൻ ഓഫ് സോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിലൂടെ കാണാൻ സാധിക്കുന്നത് ധനപരമായ ഇടപാടുകളിൽ വിവേകപൂർവവും യുക്തിപരവുമായ തീരുമാനങ്ങളാണ് നിങ്ങൾ കൈക്കൊള്ളേണ്ടത്. വികാരപരമായി കാര്യങ്ങളെ ഏറ്റെടുക്കാതെ ബുദ്ധിപരമായി ചിന്തിക്കുക എന്നുള്ളതാണ് ഈ കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ബ്ലോക്കേജ് ആയിട്ട് നോക്കുമ്പോൾ കിട്ടിയിരിക്കുന്നതും ഒരു ഇതിൻ്റെ സോഴ്സിൻ്റെ എനർജി തന്നെയാണ്. കിങ് ഓഫ് സോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നത് ആരിൽ നിന്നോ, അതായത് കുടുംബാംഗങ്ങളിൽ നിന്നോ കരിയറിൽ നിന്നോ മുതിർന്ന ഒരാളിൻ്റെ കടുത്ത നിയന്ത്രണം ചിലപ്പോൾ നിങ്ങളുടെ മേൽ ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ മുന്നോട്ടുള്ള പാതയ്ക്ക് തടസ്സം വന്നേക്കാം. അതെന്താണെന്ന് കണ്ടെത്തി അതിന് വേണ്ട ഉചിതമായ തീരുമാനങ്ങളെടുത്ത് തടസ്സങ്ങളെ ഓവർകം ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. അടുത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഗൈഡൻസിന് ദ ലവേഴ്സ് എന്ന കാർഡാണ്. ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ബന്ധങ്ങളിൽ പരസ്പര സഹകരണം ആവശ്യമായി വരുന്നൊരു വാരമാണിത്. സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഗൈഡൻസിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഔട്ട്കം ആയിട്ട് വന്നിരിക്കുന്നത് 7 of Swords ആണ്. ഭാവിയിൽ ചില പ്ലാനുകളും സ്ട്രാറ്റജികളും രഹസ്യമായി നടത്തേണ്ടി വന്നേക്കാം. നിങ്ങളുടെ വിശ്വാസ്യതയിൽ ഊന്നി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുക. മറ്റുള്ളവരുടെ സത്യസന്ധതയെ പരിശോധിക്കുക. കരിയറിൽ നേതൃത്വം, കുടുംബമാറ്റം, ധനകാര്യത്തിൽ യുക്തിചിന്ത, ബന്ധങ്ങളിലും തീരുമാനങ്ങളിലും ഹൃദയവും ബുദ്ധിയുമായി സന്തുലിത പാലിക്കുക. ഭാവിയിലേക്കുള്ള പദ്ധതികൾ സാവധാനവും വിവേകത്തോടെ കൊണ്ടുപോകുക എന്നാണ് ഈ വാരം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ഏവർക്കും ശുഭകരമായ ഒരു വാരം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.